പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സം ആൻഡ് പ്രൊഡക്റ്റ് റെസ്പെക്റ്റീവ്ലി ഓഫ് ദ സീറോസ് ആർ ആസ് ഗിവൺ. അപ്പം നമ്മളിവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. നമുക്ക് സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? ഓൾസോ ഫൈൻഡ് ദ സീറോസ് ഓഫ് ദീസ് പോളിനോമിയൽസ് ബൈ ഫാക്ടറൈസേഷൻ. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ സീറോസ് ഫാക്ടറൈസേഷൻ മെത്തേഡിലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റുമാണ് തന്നിട്ടുള്ളത്. അതായത് -8/3 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റയും 4/3 എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയും. മനസ്സിലായല്ലോ? സമ്മും പ്രൊഡക്റ്റുമാണ് തന്നിട്ടുള്ളത്. ആൽഫയും ബീറ്റയും നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. ആദ്യം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സീറോസും അതായത് ആൽഫയും ബീറ്റയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതാണ് -8/3. ആൽഫ ബീറ്റ അതായത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ് 4/3. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതണം. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോം എന്താണ്? therefore the required polynomial is equal to x square minus alpha plus beta into x plus alpha beta. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോം. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? -8/3 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് 4/3. അപ്പോൾ നമുക്കിവിടെ ഇത് ഫ്രാക്ഷനിൽ വേണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിനോമിനേറ്റർ രണ്ടിടത്തും 3 ആണല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഈ 3 ടേമുകളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ഡിനോമിനേറ്റർ ഇല്ലാതെയാവും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? 3x² എന്നാവും. ഈ മൈനസും കൂടി ഇവിടെ പ്ലസ് ആകും കേട്ടോ. ഇവിടെ വീണ്ടും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3യും കട്ടായി പോവും. ബാക്കി എന്തുണ്ട്? 8x പ്ലസ് ഈ ടേമിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3യും കട്ടായി പോവും. ബാക്കി 4. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത് കിട്ടി. നമ്മുടെ പോളിനോമിയൽ എന്താണ്? 3x² പ്ലസ് 8x പ്ലസ് 4. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ സീറോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് P of x എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ P of x ഈസ് ഈക്വൽ ടു 0. P of x ഈസ് ഈക്വൽ ടു 0 വന്നാൽ എന്തെഴുതാം? 3x² പ്ലസ് 8x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളിതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മുടെ x² കൂടെ ഒരു 3 ഉണ്ട്. അപ്പോൾ ഈ 3യും 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എടുക്കാം? രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 8ഉം കിട്ടണം. 6 2ഉം എടുക്കുക അല്ലേ? 6 2s are 12. 6 2ഉം കൂടെ ആഡ് ചെയ്താൽ 8ഉം കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 3x² പ്ലസ് 6x പ്ലസ് 2x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ 3x കോമൺ എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? അപ്പം x പ്ലസ് 2. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ 2 കോമൺ എടുക്കുന്നു. ബാക്കി അപ്പോൾ എന്തുണ്ട്? x പ്ലസ് 2. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളാണ്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ 9th തൊട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കേട്ടോ. ഇനി നമുക്കിവിടെ നിന്ന് x പ്ലസ് 2 കോമൺ എടുക്കാം. x പ്ലസ് 2 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3x ഉണ്ട്, ഇതിനകത്ത് 2ഉം ഉണ്ട്, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x പ്ലസ് 2 ഇൻറ്റു 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് x എന്ത് വരും? x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് x ഈസ് ഈക്വൽ ടു -2. ഇതിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. അപ്പോൾ ആൽഫ നമുക്ക് കിട്ടി, ഒരു 0 നമുക്ക് കിട്ടി, -2. അടുത്തത് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് x എന്ത് വരും? x ഈസ് ഈക്വൽ ടു -2/3. ഇതിനെ നമുക്ക് ബീറ്റ എന്നും വിളിക്കാം.
അപ്പോൾ നമ്മൾ ഈ പോളിനോമിയലിൻ്റെ അകത്ത് നിന്ന് സീറോസും നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? 21/8 വരും. ആൽഫ ബീറ്റ ഈസ് 5/16. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്താണ്? ദെയർഫോർ ദ റിക്വയർഡ് പോളിനോമിയൽ ഈസ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഈ ഒരു ഫോം നിങ്ങൾ എഴുതണം. ഇതിന് മാർക്കുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് 21/8 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് 5/16. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ പോകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിനോമിനേറ്റർ പോകണമെങ്കിൽ ഇവിടെ LCM ഈസ് 16 ആണല്ലേ. 16 ആയതുകൊണ്ട് നമുക്കിവിടെ 16 കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ ടേമുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. LCM 16 ആയതുകൊണ്ട് ഇവിടെ 16x സ്ക്വയർ മൈനസ് 42x പ്ലസ് 5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 16 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിനെ, ഈ ടേമുകളെ. അപ്പോൾ ഇത് 16x സ്ക്വയർ. ഇവിടെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 8ഉം 16ഉം കൂടെ കട്ടായി ഇവിടെ 2 ആവും. 21 × 2 42. ഇവിടെ നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16ഉം 16ഉം കട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിലെ LCM എടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് കിട്ടി എന്താണ്? 16x² മൈനസ് 42x പ്ലസ് 5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോളിനോമിയലിനെ നമുക്ക് P ഓഫ് x ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇനി നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 16 × 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 × 5 6 5 ആർ 30 80 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടണം. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -42ഉം കിട്ടണം. സിമ്പിളാണല്ലേ? 40 × 2 എത്രയാണ്? 80 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -42 കിട്ടേണ്ടത് കൊണ്ട് രണ്ടും നെഗറ്റീവായിട്ട് എടുക്കുക. -40ഉം -2. -40 -2 കൂടെ ആഡ് ചെയ്താൽ -42. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ +80ഉം കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 16x² മൈനസ് 2x മൈനസ് 40x പ്ലസ് 5. അപ്പോൾ ഇവിടെ P ഓഫ് x ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ 2x കോമൺ എടുക്കുന്നു. 2x കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 8x മൈനസ് 1. ഇവിടുന്ന് നമ്മൾ 5 കോമൺ എടുക്കുന്നു. 40 നിന്ന് 5 എടുത്താൽ ബാക്കി 8x മൈനസ് 1. 5 ആണ് കോമൺ എടുത്തത്. അപ്പോൾ 1. അപ്പോൾ ഇവിടെ മൈനസ് ആവാൻ കാരണം ബ്രാക്കറ്റിന് വെളിയിൽ ഇവിടെ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഈ പ്ലസും മൈനസ് ആയിട്ട് മാറിയത് കേട്ടോ. ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ നിന്ന് 8x മൈനസ് 1 നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ട്? 2x മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇനി 8x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നെക്സ്റ്റ് എന്ത് വരും? x ഈസ് ഈക്വൽ ടു 1/8. x ഈസ് ഈക്വൽ ടു 1/8 കിട്ടി. ഇതിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു 0 നമുക്കിവിടെ കിട്ടി. അടുത്തത് 2x മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇതിൽ നെക്സ്റ്റ് എന്ത് വരും? x ഈസ് ഈക്വൽ ടു 5/2. ഇതിനെ നമുക്ക് ബീറ്റ എന്നും വിളിക്കാം. അപ്പോൾ രണ്ട് സീറോസും നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.